Welcome to Tasty Kitchen. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി പായസമായിട്ടാണ്. വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ അതിന് യൂസ് ചെയ്യുന്നുള്ളൂ. ഈ പായസത്തിലേക്ക് കിസ്മിസോ നട്ട്സോ ഏലക്കായോ ഒന്നും ചേർക്കുന്നില്ല. അരിയും പാലും പഞ്ചസാരയും മാത്രമേ ഈ പായസത്തിന് യൂസ് ചെയ്യുന്നുള്ളൂ. ഈ 3 ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 8 കപ്പ് പാലാണ്. അതായത് 2 ലിറ്റർ പാലുണ്ട്. ഒരു ഗ്ലാസ്സിൻ്റെ 250 ml ഗ്ലാസ്സാണ്. അപ്പോൾ അങ്ങനത്തെ 8 ഗ്ലാസ് പാലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ അളന്ന് മാറ്റി വെച്ച പാലാണ്. ഇതിപ്പോൾ ഞാൻ കുക്കറിലേക്ക് ഒഴിക്കാൻ പോവാണ്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് അരിയാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് ജീരകശാല കൈമ റൈസാണ് യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് അതില്ലെങ്കിൽ നമ്മൾ ബിരിയാണിയോ നെയ്ച്ചോറോ ഒക്കെ വെക്കുന്ന അരിയില്ലേ, അതും യൂസ് ചെയ്യുക. ബസുമതി റൈസും യൂസ് ചെയ്യാം. ഈ മൂന്നിൽ ഏത് അരി വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 1/3 ഒരു കപ്പ് അരിയാണ്. ഇത് 4 ഗ്ലാസ്സിലേക്കുള്ള അളവാണ്. ഒരു കപ്പ് ഫുള്ളായിട്ട് അങ്ങോട്ട് എടുക്കണ്ട, കുറച്ച് കുറവാക്കി എടുത്താൽ മതി. ഇങ്ങനത്തെ ഒരു കപ്പ് അരിയും കൂടി നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ 8 ഗ്ലാസ് പാലല്ലേ എടുത്തത്, അപ്പോൾ 2 കപ്പ് അരി വേണം. നിറച്ചെടുക്കണ്ട, കുറച്ച് കുറവാക്കി എടുത്താൽ മതി കേട്ടോ അരി. ഈ അരി ഒന്ന് കഴുകി മാറ്റി വെക്കാം. ചെറുങ്കപ്പില്ലാന്ന് വിചാരിച്ച് ആരും ഇനി പായസം ഉണ്ടാക്കാതിരിക്കണ്ട. അതിന് വേറെ ഐഡിയ ഉണ്ട്. നമ്മൾ പാല് അളക്കാനായിട്ട് എടുത്ത ഗ്ലാസ് ഇല്ലേ, ആ ഗ്ലാസിൻ്റെ 1/4 ഭാഗം റൈസ് ചേർത്ത് കൊടുത്താൽ മതി. അതായത് 1/4 ഭാഗം റൈസ്. ഇതിപ്പോൾ 4 ഗ്ലാസിൻ്റെ അളവാണ് കേട്ടോ ഞാൻ പറയുന്നത്. 4 ഗ്ലാസ്സിന് 1 ഗ്ലാസിൻ്റെ 1/4 ഭാഗം റൈസ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. ഞാൻ 4 ഗ്ലാസ് പാലിന് 3/4 കപ്പ് പഞ്ചസാര എന്നുള്ള കണക്കിനാണ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ 8 ഗ്ലാസ് പാലിന് 1.5 കപ്പ് പഞ്ചസാര. പഞ്ചസാര കുറച്ച് കൂടുതൽ മധുരം ആവശ്യമുള്ളവർക്ക് കൂടുതൽ പഞ്ചസാര ഇടുക. ഇതിപ്പോൾ ഞങ്ങൾക്ക് കറക്റ്റ് ഈ അളവാണ്. ഞാൻ ആദ്യം പഞ്ചസാരയാണ് പാലിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇതന്നെ നല്ല മധുരം ഉണ്ടാവും കേട്ടോ. അത്യാവശ്യം നല്ല മധുരമാണ്. ഇനി കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം. ഇനി നമുക്ക് കഴുകി മാറ്റി വെച്ച അരി ചേർത്ത് കൊടുക്കാം. അത് പഞ്ചസാര ഇട്ടതിന് ശേഷം മാത്രം അരി ഇടുക കേട്ടോ. അരി താഴെയും മുകളിൽ പഞ്ചസാര ഇടരുത്. താഴെ പഞ്ചസാര തന്നെ ഇടുക, മുകളിൽ അരി ഇടുക. എന്നിട്ട് നമുക്ക് കുക്കർ വിസിൽ ഊരിയിട്ട് അടച്ചു വെക്കുക. അടച്ചു വെച്ചിട്ട് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പാൽ തിളച്ച് വരില്ലേ, ആ തിളച്ച് വരുന്ന ടൈമിൽ വിസിലിട്ട് കൊടുക്കുക. പാൽ തിളക്കാൻ വെച്ചിട്ട് നമ്മൾ വേറെ ജോലിക്കൊന്നും പോയരുത് കേട്ടോ. അത് കുറച്ച് നേരം ശ്രദ്ധിച്ച് നിൽക്കണം. വിസിലിട്ട് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 25-26 മിനിറ്റ് വേവിക്കുക. വിസിൽ 2, 3, 4 വിസിലടിച്ചോട്ടെ, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ടൈമാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നിങ്ങളെ ഗ്യാസിൻ്റെ ഫ്ലെയിം ലോ എന്ന് പറഞ്ഞാൽ പറ്റ ലോ ആണെങ്കിൽ കുറച്ചൊന്ന് കൂട്ടി കൊടുക്കുക. എന്നിട്ട് 26 മിനിറ്റ് ആകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടേ കുക്കർ തുറക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് 1 മണിക്കൂറായി. ഞാൻ അതൊന്ന് തുറന്ന് നോക്കാൻ പോവാണ്. അപ്പോൾ കണ്ടില്ലേ, നല്ല പിങ്ക് കളറിലുള്ള പായസം റെഡി ആയിട്ട്. ഇനി നമ്മളിതൊന്നും ചെയ്യണ്ട, കറക്റ്റ് തിക്നെസ് ആയിരിക്കും. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒന്നും ചേർക്കണ്ട. നെയ്യിൽ കിസ്മിസ് നട്ട്സ് ഒന്നും ചേർക്കണ്ട, ഏലക്ക ചേർക്കണ്ട. അതിങ്ങനെ തന്നെ നമുക്ക് കുടിക്കാം. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഈ പായസം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് തുറക്കാൻ പാടുള്ളൂ എന്നുള്ള ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അല്ലാത്തൊക്കെ വളരെ ഈസിയാണ്. കുക്കറിൽ വെക്കുന്നതായതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും നോക്കണ്ട. ഇളക്കി കൊടുക്കണ്ട, പാല് കുറുക്കി കൊടുക്കണ്ട, ഒന്നും ചെയ്യണ്ട. ഇങ്ങനെ തന്നെ കഴിക്കുക. 1 ലിറ്റർ പാലിനെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള പായസം നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഈ പായസം ഒന്ന് ഉണ്ടാക്കി നോക്കണേ.